ഇന്ന് വിഷുവാണ്. വിഷുവിനെ കണ്ണിന്റെ ഒപ്പം നമ്മൾ ആരെയാണ് ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയേക്കുന്നത് നോക്കിയേ. എല്ലാവർക്കും പ്രിയപ്പെട്ട മായേച്ചിനെയാണ്, മായാ മേനോൻ. അഭിയുടെയും ജാനകിയുടെയും വീട് കാണുന്നവർക്ക് പ്രഭാവതി. അല്ലാത്തവർക്കൊക്കെ നമ്മുടെ മായേച്ചിനെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ചേച്ചിക്കും വിഷുവാശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അപ്പൊ ചേച്ചിയുടെ ഇന്നത്തെ നമ്മൾ ഒരുപാട് കുറെ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ ചേച്ചിയുടെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ചേച്ചിക്ക് മടിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറയാനില്ലാണ്. പക്ഷേ അപ്പൊ ഞാൻ ഒരു കാര്യം കേട്ടു, എന്തെങ്കിലും ഒരു ബുക്ക് എഴുതുവാണെങ്കിൽ അത് ബാല്യകാലത്തെ കുറിച്ചായിരിക്കും കൂടുതലും. അപ്പൊ ബാല്യകാലത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓർമ്മയായിരിക്കില്ലേ വിഷു? വിഷു നമുക്ക് വിഷുവിന്റെ വിശേഷം കേൾക്കാല്ലേ? പറയേച്ചി, എന്തൊക്കെയാണ് വിഷുവിന്റെ വിശേഷങ്ങൾ, ഈ വർഷത്തെ വിശേഷങ്ങൾ ആദ്യം, എന്നിട്ട് നമുക്ക് പിന്നിലേക്ക് പോവാം. ഈ വർഷം സത്യത്തിൽ ഞങ്ങൾക്ക് വിഷു ആഘോഷമില്ല. കാരണം അമ്മയുടെ അനിയത്തി മരിച്ചിരിക്കുക. വീട്ടില് വിശേഷങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പല പല പരിപാടികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ വിഷുവിന്റെ ആഘോഷങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ വിഷു ആഘോഷിക്കുന്നതായിട്ട് കാണും. ഫാമിലിയിൽ ഇത്തവണ ഈ വർഷം ഇല്ല. കാരണം അമ്മയുടെ സ്വന്തം അനിയത്തിയാണ് മരിച്ചത്. അപ്പൊ ഈ വർഷം ഇല്ല, ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല. ഓണമില്ല, അങ്ങനെ ഒന്നും തന്നെ ഒരാണ്ട് കഴിയുന്നവരെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് കുട്ടിക്കാലത്തെ വിഷുവിലേക്ക് അപ്പൊ നേരിട്ട് പോവാം. കുട്ടിക്കാലത്തെ വിഷു അടിപൊളിയായിട്ടുണ്ടാവില്ലേ? അതായിരിക്കുമല്ലോ പുസ്തകം എഴുതുമ്പോ കുട്ടിക്കാലത്തെ വിഷു എഴുതുമെന്ന് പറഞ്ഞ, അല്ല കുട്ടിക്കാലത്തെ കുറിച്ച് എഴുതുമെന്ന് പറയുന്നത്. കുട്ടിക്കാലത്തെ ഓരോ അനുഭവങ്ങളും നല്ല രസമാണ്. കാരണം എൻ്റെ ഉള്ളിലെ കുട്ടി മരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ ഉള്ളിലത്തെ ആ ഒരു ചൈൽഡിഷ്നെസ് നശിപ്പിക്കരുതെന്നാണ് ഞാൻ പറയാം. അത് സ്പിരിച്വാലിറ്റി തന്നെയാണ്. കാരണം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വലുതാവുമ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്തരം ഒരു മനസ്സ് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖം നിങ്ങളെ അധികം ബാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും ഡിപ്രഷനല്ലേ, എല്ലാവർക്കും ടെൻഷനല്ലേ, എപ്പോഴും സ്ട്രെസ് അല്ലേ, ഹൈ BP ഒക്കെ അല്ലേ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഉള്ളിലെ കുട്ടിയെ മരിക്കാതെ നോക്കുക. അതുകൊണ്ടാണ് ആ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, കുട്ടിക്കാലത്തെ നല്ല നല്ല ഓർമ്മകൾ, ഇതൊക്കെ നമ്മൾ ചെറിഷ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ചേച്ചിയുടെ നാട് എവിടെയാണ്? എനിക്കറിയാം, എന്നാലും അറിഞ്ഞുവിടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ നാട് ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭരതക്ഷേത്രമാണ്. നാലമ്പലം തൊഴുന്നതിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ്. അപ്പോൾ അത് അറിയുന്നവർക്കൊക്കെ അറിയാം. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞങ്ങളുടെ തറവാട്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ ഒരു കാലം ഒന്ന് ഓർമ്മിച്ചെടുക്കുക. എനിക്ക് അച്ഛൻ, അമ്മ, ഒരു ചേച്ചി ആണ് ആകെ ഉള്ളത്. പിന്നെ ബന്ധുക്കളാണ്, ചിറ്റ, അങ്ങനെ എല്ലാവരും. അമ്മയുടെ അച്ഛന്റെ കൂട്ടുകുടുംബമായിരുന്നോ വെച്ചിട്ടത്? അല്ലല്ല, ഞങ്ങൾ 4 പേരും തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതാണ്. അപ്പൊ അതിന് ചുറ്റും ചിറ്റയുടെ വീടുണ്ട്. അങ്ങനെ ചിറ്റയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഇന്നലെ ചിറ്റ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മരിച്ചു. അപ്പൊ അവരോടാണ്, അവർക്ക് മക്കളില്ല. അപ്പൊ ഞാനൊക്കെ അവിടെയാണ് വളർന്നിരിക്കുന്നത്. ശരിക്കും ജനിച്ചത് ഇവിടെയാണെന്നുള്ളൂ. അപ്പൊ എല്ലാവരും വിചാരിച്ചത് ഞാൻ ചിറ്റയുടെ മകളാണ്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ്, ഒരുപാട് ഓർമ്മകള്, ഒരുപാട് രുചികള് ഒക്കെ. ഓണം വിഷു ഒക്കെ വരുമ്പോ ഞാൻ ചിറ്റയും ഇച്ചുവല്യമ്മയൊക്കെ നല്ലോണം ഓർക്കും. കാരണം അവരാണ് നല്ല പാചകക്കാര്. അപ്പോ അവരുടെ ആ കൈപുണ്യം ഇനി നമുക്ക് ഇല്ല, അതും ഒരു നഷ്ടബോധമാണ്. അതെ, എഴുത്തുകാരിയാണ്, നർത്തകിയാണ്, ടീച്ചറാണ്. എന്റെ ഇടയിൽ എപ്പോഴാണ് അഭിനയിക്കാൻ തോന്നിയത്? ആക്ച്വലി എനിക്ക് ഞാനത് മുന്നും പറഞ്ഞിട്ടുണ്ട് പല ചാനലിലും. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ഇല്ലാതെ നമുക്ക് പെട്ടെന്നൊരു പൊട്ടി മുളയ്ക്കുന്നൊന്നല്ലാന്ന് എനിക്കറിയാം. നമ്മളിപ്പോ ഏത് മനുഷ്യർക്ക് ഇപ്പൊ ബേസിക്കലി ഒരു നർത്തകിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കലകളുള്ള ഒരാൾക്ക് ഉള്ളിൻ്റെ ഉള്ളില് അഭിനയം ഉണ്ടാവാം. കാരണം കുട്ടിക്കാലത്ത് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് സിനിമകൾ കാണുമ്പോഴും ഒക്കെ അതിലത്തെ ഹീറോയിനെയൊക്കെ സ്വപ്നം കാണാറുണ്ടെന്ന്. പക്ഷെ ടു ബി ഫ്രാങ്ക്, എന്നെ വളർത്തിയ സാഹചര്യം കൊണ്ടായിരിക്കും. നമ്മൾ സോഷ്യലി കണ്ടീഷൻഡ് എന്ന് പറയില്ലേ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞ പോലെ അത്രയൊരു ഓർത്തഡോക്സ് മെന്റാലിറ്റിയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ മിനിമം നീ ഒരു ടീച്ചറായാൽ മതി, ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ ഒരു സമ്മതിക്കാത്ത ഒരു ഫാമിലിയിൽ നിന്നാകുമ്പോൾ ഊഹിക്കാം. ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു മായിക പ്രപഞ്ചത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ആരും ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നമുക്കൊരു ഗൈഡൻസിന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. നല്ല അവർ ലേറ്റ് മാരേജ് ആയതുകൊണ്ട് അതിലെ 3ാമത്തെ കുട്ടിയാണ് ഞാൻ. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ 2 ചേച്ചിയും അനിയത്തിയാണ്. എൻ്റെ ഒരു ചേച്ചിയുണ്ട്. അത് ചേച്ചി കഴിഞ്ഞിട്ട് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഒരാഴ്ച ജീവിച്ചുള്ളൂ. പക്ഷെ അങ്ങനെ വീണ്ടും 5 വർഷം കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ് ഞാൻ. അപ്പോ അത്രയും ഏജ് ഡിഫറൻസ് പാരന്റ്സ് തമ്മിലുണ്ട്. അതിൽ തന്നെ 3ാമത്തെ കുട്ടിയാണ്.
അപ്പോൾ എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും മാത്രം എന്താ ഇങ്ങനെ തലയൊക്കെ നരച്ച്, ബാക്കി എല്ലാവരുടെയും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ തലയൊക്കെ കറുത്തായിരിക്കണം. മാത്രമല്ല ഇവര് ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടി ഒരു ഭയങ്കര എനർജറ്റിക്കും ഭയങ്കര ഒരു തമാശയൊക്കെ പറയണു. ഇവര് ഭയങ്കര സീരിയസും ഭയങ്കര ഒരു, എനിക്ക് തുടക്കം തൊട്ട് ഒരു വല്ലാത്ത ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, നമ്മള് ജനിച്ചു വരുന്നില്ലല്ലോ, നമുക്കറിയില്ലല്ലോ എന്താണ് സംഭവിക്കണെന്ന്. പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലാവും അവരുടെയൊക്കെ അച്ഛനമ്മയും ശരിക്കും നോർമൽ ഏജിലുള്ളവരാ, പ്രോപ്പർ ആ സമയത്ത്. അതെ അതെ അതെ. ഇത് ഇവര് അതിന്റെയും ഡബിളും ട്രിപ്പിളും ഏജ് ഡിഫറൻസ്, ഒരു ഓൾമോസ്റ്റ് ഒരു 50 വയസ്സോളം വ്യത്യാസമുണ്ട്. അതായത് അച്ഛനും. അല്ല അപ്പം ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവുമെന്ന്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? കോംപ്ലക്സ് അല്ല, എനിക്ക് ഭയമായിരുന്നു ഉള്ളില്. കാരണം എനിക്ക് പാരന്റ്സിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഭയങ്കര ഇമോഷണൽ ബേബിയാണ് ഞാൻ, സെൻസിറ്റീവ് ഇമോഷൻ. അമ്മോട് പ്രത്യേകിച്ചും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, ഒരു എനിക്ക് തോന്നുന്നു ഒരു സോൾമേറ്റ് വൈബൊക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അമ്മയുടെ സ്നേഹം കൊണ്ടാണ്, അമ്മയുടെ കെയറിങ് കൊണ്ടാണ്. ആ അമ്മയുടെ സ്നേഹവും കെയറിങ്ങുമാണ് ഞാനിപ്പോ ലോകത്തിന് കൊടുത്തോണ്ടിരിക്കുന്നത്. സോ അത് ആലോചിച്ചാൽ മതി എനിക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവുന്ന. കാരണം ഞാൻ ഈ കൊടുക്കുന്നത് അമ്മ തന്നതിന്റെ 4/1 ഉള്ളൂ. അത്രയും സ്വീറ്റ് ആയിരുന്നു. അപ്പോൾ ആ അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് കാരണം എനിക്ക് പേടിയായിരുന്നു. ഇത്ര ഏജാണ്, എന്റെ വിചാരം തല നരച്ച വേഗം മരിക്കുന്നതാണ് അന്നത്തെ കാലത്ത്, കുട്ടികളല്ലേ. അപ്പോൾ തല നരച്ച് ഞാൻ മരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ തല നരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്നാണാവോ അങ്ങനെയൊക്കെ ഞാൻ പേടി സ്വപ്നം കാണാറുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് നന്മകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, നിഷ്കളങ്കമായിട്ടുള്ള ബാല്യം കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ ഒരു അനുഭവമായിരുന്നു അത്. ശരിക്കും അവർ നല്ല, കാരണം അവർക്ക് കുറച്ച് ഏജ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് യങ്സ്റ്റേഴ്സ് കല്യാണം കഴിച്ച പോലെ കൂടുതൽ കെയറിങ്. അവർക്കൊരു നമ്മൾ പറയില്ലേ ഒരു ഗ്രാൻഡ് പാരന്റ്സും ഗ്രാൻഡ് ഡോട്ടർ തമ്മിൽ എങ്ങനെയായിരിക്കും. അവർക്ക് ഞാൻ മകളുമാണ്, അങ്ങനെ എന്താ പറയാ, പക്ഷെ എന്നാ മകളുടെ പ്രായമല്ല, എന്താ പറയാ ഗ്രാൻഡ് ഡോട്ടറുടെ ഏജ് ആണ്. അപ്പൊ അവർക്ക് ആ ഒരു ഫീലിങ്, അത്രയും കെയറിങ്. അച്ഛനമ്മ ഇപ്പൊ ഉണ്ടോ? ഇല്ല, രണ്ടുപേരും മരിച്ചു. അമ്മ 2022 നവംബർ 10 അച്ഛൻ 2012 ജനുവരി 30th. അപ്പൊ ഈ സിനിമയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ അവരുണ്ടല്ലോ? ഉണ്ട്. അപ്പം എന്തായിരുന്നു എന്ന് പറയല്ല, അവര് പറഞ്ഞത് നീ കല്യാണം കഴിഞ്ഞ അവരുടെ കൺസെപ്റ്റില് ഒരു ടീച്ചർ ആവുക, മാക്സിമം ഒരു ടീച്ചർ ആവുക. കാരണം ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ ടീച്ചേഴ്സും അഡ്വക്കേറ്റ്സും ജേർണലിസ്റ്റും ആയിരുന്നു മെയിനായിട്ട്. ബാക്കി ബിസിനസ്സുകാർ അങ്ങനെയുള്ളത്, ഈ സിനിമ അങ്ങനത്തെ മായിക പ്രപഞ്ചങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിക്കില് ഡാൻസിനെ അവർ പ്രോത്സാഹിപ്പിച്ചായിരുന്നു. ഈ ഡാൻസിന് പോകുമ്പോൾ പോലും വലതുഭാഗത്ത് അച്ഛനും ഇടതുഭാഗത്ത് അമ്മയായിട്ടാണ് ഞാൻ പോവാറ്. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ആ അച്ഛനും അമ്മയും പറഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിങ്ങനെ ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് പണ്ടേ അതെ. അപ്പം ഫാമിലി എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അച്ഛനും അമ്മയും വന്നോട്ടെ, എനിക്ക് അങ്ങനെ വേറെ ഇപ്പൊ ഇന്നത്തെ കുട്ടികളുടെ പോലെ അമ്മയും അച്ഛനെയും പറ്റിച്ചെന്തെങ്കിലും ചെയ്യണമെന്നോ അവരെ തട്ടിച്ചെന്തെങ്കിലും എനിക്ക് നേടണമെന്നോ ഒളിച്ച് ചെയ്യണമെന്നോ ഒന്നുമില്ല എനിക്ക്. അവര് വന്നോട്ടെ, എനിക്ക് സന്തോഷമല്ലേ, ഐ എം ഫുള്ളി പ്രൊട്ടക്റ്റഡ് എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. പക്ഷേ പോകെ പോകെ അവർ കാര്യം പറഞ്ഞു, ഇങ്ങനെ നീ തരക്കേടില്ലാത്ത കുട്ടിയാണ്, അപ്പൊ എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ നീ ഭയങ്കര നൈവാണ്. അപ്പൊ നിന്നെ അങ്ങനെ ഞങ്ങൾ തന്നെ വിടാൻ ധൈര്യമില്ല. നീ ആരെയും പെട്ടെന്ന് വിശ്വസിച്ചു എന്ന് വരും. കാരണം നീ നിന്നെ പോലെ മറ്റുള്ളവരെ തരണേ. അപ്പൊ നീ വേഗം വിശ്വസിക്കുക, അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെയല്ല നിന്നെ വളർത്തണത്. അപ്പൊ എനിക്ക് അതിന്റെ കാര്യവും അതൊന്നും അന്ന് മനസ്സിലായില്ല. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറം അതെന്താണ് പറഞ്ഞതെന്നും എന്താണെന്നും നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അവരോട് എനിക്ക് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു മൈ പാരൻസ് ഫോർ whatever good I am today. Whatever bad I am today, I feel I am responsible. Not them. അവരല്ല. അത് സത്യമാണ്. അത് കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാത്രമാണ്. എന്തെങ്കിലും നന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻകൾക്കേറ്റ് ചെയ്ത നമ്മുടെ പാരൻസ് ആണ്. അതിന് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു മൈ പാരൻസ് ഓൾവേസ്. അപ്പൊ അവര് പറഞ്ഞു സിനിമയിൽ പോട്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം സിനിമ എന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് എന്റെ വിചാരം പാരൻസിന്റെ ഒപ്പം നിൽക്കുന്ന കാലത്തോളം എനിക്ക് സിനിമ ഇല്ല ഉള്ളിൽ. കാരണം
നടക്കില്ല എന്ന് എനിക്കറിയാം. അവർ സമ്മതിക്കില്ല. അത് സേഫ് അല്ലാത്ത എന്തോ ഒരു മേഖലയാണെന്നുള്ള ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് അറിവില്ല. ഒരു കാര്യം അറിഞ്ഞാലല്ലേ നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുള്ളൂ. ഇന്ന് എനിക്കറിയാം ഏതൊരു ജോലി മേഖല പോലെ തന്നെ സേഫ് ആണത്. അൺടിൽ നമ്മള് അലേർട്ടായിട്ടിരിക്കാതെ ഏത് ജോലിക്കും അതെ. ഇന്നത്തെ കാലത്ത് മൾട്ടിനാഷണൽ കമ്പനിയിലും ഈ പ്രശ്നങ്ങളുണ്ട്. എന്താ പറയാ, ഈവൻ അഡ്വക്കേറ്റ്സിന്റെ ഓഫീസിലുണ്ടാവും, മന്ത്രിമാരുടെ ഓഫീസിലുണ്ടാവും. അത് ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ്, അല്ലാതെ സിനിമയുടെ ഇതിന്റെ അല്ല, വ്യക്തിപരാണത്. അപ്പോൾ അന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു, നീ ഇനിയിപ്പോൾ നീ കലാകാരിയാണ്, നിനക്ക് അങ്ങനെ അഭിനയിക്കാനൊക്കെ. ഞാൻ കോളേജിലൊക്കെ ആക്ടിങ്ങിലൊക്കെ ഫസ്റ്റ് കിട്ടിയിരുന്നു, ഡാൻസിൽ കലാതലൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങേർക്ക് ഇഷ്ടമാണെങ്കിൽ പൊയ്ക്കോ എന്നുള്ള ഒരു ഇതിലാണ് നിർത്തിയത്. അത് പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കണം സാധാരണ എൻ്റെ അമ്മയും ചിറ്റയും പോലെ ഞാനൊരു ടീച്ചറാവും. പക്ഷെ എനിക്ക് ടീച്ചിങ് കണ്ടുകൂടാട്ടോ. എനിക്ക് ടീച്ചർ എന്നുള്ള പൊസിഷനിൽ നിൽക്കാതെ ഈ ഒഫീഷ്യൽ ആവാതെ പഠിപ്പിക്കാൻ ഇഷ്ടം. പഠിപ്പിക്കുകയല്ലാതെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഐ എം കൺവേയിങ്, ഐ എം സജസ്റ്റിംഗ് മൈ വ്യൂ. അവിടെ ഒരു ഒരു അപ്പ് ആൻഡ് ഡൗൺ പൊസിഷൻ ഇല്ല. നമ്മളൊരു ഫ്രണ്ട്സ് പോലെ ഇരുന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള തരത്തിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതല്ല, റെസ്പോൺസിബിൾ ആണ്. അത് വലിയൊരു ജോലിയാണ് ടീച്ചിങ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ പഠിപ്പിക്കണവരെ ഞാൻ ബഹുമാനിക്കണം. കാരണം അവർ നല്ലതല്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഈ പ്രൈമറി സ്റ്റുഡൻസ് ഉണ്ട്, UKG LKG UKG പ്രൈമറി വരെയുള്ള ടീച്ചേഴ്സാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ഉണ്ടാവേണ്ടത്, ഏറ്റവും ചൈൽഡ് സൈക്കോളജി അറിയേണ്ടത്. കാരണം അവരാണ് ഒരു വിത്തിനെ ഏറ്റവും മുളപ്പിച്ച് ഭംഗിയാക്കി വളർത്താൻ പാകത്തിനാക്കി തരുന്നത്. അവിടെ റൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ, അവിടെ ആ ടീച്ചിങ് കറക്റ്റ് അല്ലെങ്കിൽ പണി പോയി. കുട്ടി പിന്നെ വലുതാവും തോറി പതിരിന് വളം കതിരില് വളം വെക്കാൻ അങ്ങനെ എന്തോ പറയും. അതായത് അതിനൊരു എഫക്റ്റ് ഇല്ല, മനസ്സിലായി? അതുപോലെ ഇരിക്കും. ടീച്ചിങ് എനിക്ക് താല്പര്യമില്ല. കാരണം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള മേഖലയല്ല. കാരണം എൻ്റെ അമ്മ മാത്സ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് മാത്സ് കണ്ടുകൂടാ. അപ്പോൾ ഈ അമ്മ പറഞ്ഞ അതേ പ്രോബ്ലംസേ വരുള്ളൂ. ഈ മാത്സിന്റെ അന്ന് എനിക്ക് ഒളിച്ചോടി പോകണമെന്നൊക്കെ തോന്നാറുണ്ട്. ഈ സത്യമായിട്ട് ഞാൻ കരഞ്ഞിട്ടൊക്കെ വരും. കാരണം എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നെ ഒളിച്ച് അങ്ങോട്ട് പോയി താമസിക്കായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ കാടൊക്കെ ഉണ്ടായിരുന്നെ കാട്ടിലേക്ക് ഓടി പോവാം, അങ്ങനെയൊക്കെ വൈൽഡായിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കണക്ക് എക്സാമിന്റെ അന്ന് മാത്രം. ബാക്കി എല്ലാത്തിലും ഹൈ മാർക്സ് ഉള്ള ഒരു കുട്ടി കണക്കിന്റെ അന്ന് ഒരു വിഡ്ഢിയെ പോലെ വിഷണ്ണയായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അത് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്നും അത് ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടേ കൊടുക്കണ്ടേന്നും മനസ്സിലാക്കാൻ അന്നത്തെ ടീച്ചേഴ്സിനും പറ്റിയിരുന്നില്ല. ഇന്നാണ് നമ്മൾ ചൈൽഡ് സൈക്കോളജി, കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് മാറ്റരുത്, റൈറ്റ് ഹാൻഡ് മാറ്റരുത്, കുട്ടിയുടെ ബ്രെയിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കുട്ടിക്ക് സാഹിത്യമാണ് ശ്രമിച്ചാൽ അങ്ങോട്ട് വിടുക, ആപ്റ്റിറ്റ്യൂഡുള്ള ജോലി എടുക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണത്. അന്ന് അതൊന്നുമില്ലേ. അന്ന് മാത്സിന് മാർക്ക് പറഞ്ഞാൽ എൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ പിച്ച. ഇങ്ങനെ നിങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഓരോ മറ്റേ ടാറ്റു ഒക്കെ അടിക്കില്ലേ, എനിക്ക് മാത്സ് എക്സാം കഴിഞ്ഞാൽ എന്നും അമ്മയുടെ ടാറ്റുവാ. ഇവിടെ പഞ്ചനക്ഷത്രമൊക്കെ ഇങ്ങനെ തിളങ്ങി. അച്ഛൻ പിന്നെ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഈ അനാവശ്യ കാര്യമൊന്നും അറിയില്ല. അതറിയാം, അമ്മയ്ക്ക് അറിയാം. അമ്മ പറഞ്ഞ ക്വസ്റ്റ്യനെ വരില്ല കേട്ടോ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് ചെയ്യേ വേണ്ടു. പക്ഷെ എനിക്കത് അതിനോട് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ഈ അമ്മ പറയുമ്പോ ഞാൻ വേറെ വല്ലതൊക്കെ ചിന്തിച്ചിരിക്കണതേ. അമ്മ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഇരിക്കുന്നല്ലാണ്ട് ആ സംഭവത്തിലൊന്നല്ല എൻ്റെ ബ്രെയിനിൽ. അപ്പൊ ഞാൻ ഇത് ചെയ്ത് ഇത് ഇങ്ങനെ വരച്ചാൽ എങ്ങനെ ഇരിക്കും, ആ കളറ് മിക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഡാൻസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത് എൻ്റെ ഒരു ഞാൻ ഡ്രീമില്ല, വേറെ ലോകത്താ. ഞാൻ പൊതുവെ സ്വപ്നജീവിയാണ്. ഇപ്പോഴും റിയലിസ്റ്റിക് വേൾഡിലല്ല. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ പോയി. അപ്പൊ ഇതാണ് സംഭവം. എനിക്ക് ഇഷ്ടമല്ല ടീച്ചിങ്. അതിനർത്ഥം ടീച്ചേഴ്സെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അത് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ജോലി ചെയ്യാത്തത്. കാരണം നമ്മള് അങ്ങനെ നശിപ്പിക്കേണ്ട ഒരു പ്രൊഫഷണേ അല്ല. ഇറ്റ്സ് ഡിവൈൻ. ഒരു അമ്മ പോലെ തന്നെയാണ് ഒരു ടീച്ചറും. അവർ രണ്ടുപേരും ചെയ്യണ ഒരു ലോകം രക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വേറെ ഏതെല്ലാം പ്രൊഫഷനിൽ ഏതെല്ലാം സയന്റിസ്റ്റ് ആവട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആരുണ്ടാവുകയാണെങ്കിലും അതിന് പിന്നിൽ ഒരു നല്ല ടീച്ചർ ഉണ്ടാവും. അപ്പോൾ വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ദം ടു. എന്ത് പറഞ്ഞാലും എല്ലാവരോടും നന്ദി പറയും. തീർച്ചയായിട്ടും. അല്ല, അത് ആലോചിച്ചു. അതാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മള്
നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താ ലോകത്ത് സംഭവിക്കണം, എല്ലാവരും എല്ലാത്തിനും പ്രശ്നം. അയ്യോ മറ്റുള്ള അയാൾ കാരണം, ഇവര് കാരണം എൻ്റെ ജീവിതത്തിൽ പ്രശ്നം, അവര് കാരണം. ആക്ച്വലി അത് തെറ്റാ. നമ്മളുടെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണേ. മറ്റൊരാൾ നമ്മളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലം തരുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ അലോ ചെയ്തിട്ടല്ലേ. മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ നമ്മൾ അവരോട് എന്തിനു ദേഷ്യപ്പെടുന്നു. അതേസമയം നമുക്ക് എന്ത് ചെറിയ കാര്യം ലൈഫിൽ നല്ലതുണ്ടോ അതിന് നന്ദി പറഞ്ഞു നോക്കൂ, അത് ഇരട്ടിക്കും. അത് മനസ്സിലാക്കി, അതാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ അമ്പലത്തിൽ പോകുന്നതോ മണിയടിക്കുന്നോ പൂജ ചെയ്യുന്നോ ഒന്നും അല്ല. അത് റിലീജിയസ് ആണ്. ഇറ്റ്സ് എ പാർട്ട് ഓൺലി. പക്ഷെ സ്പിരിച്വാലിറ്റി മീൻസ് ഇതാണ്, നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മളുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് കാര്യം. അപ്പോൾ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക, മറ്റൊരാളെയും ബ്ലെയിം ചെയ്യാതിരിക്കുക, നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ളതിന് നന്ദി പറയുക. പിന്നെ എന്ത് കിട്ടിയാലും ബോണസാന്ന് വിചാരിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, ദർ ഇസ് നോ ഏജ് ഫോർ ഡെത്ത്. ഒരു ഏത് പ്രായത്തിലും മരണം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ അത് നന്ദി വേണം, അത് ബോണസാ. അതാണ് ഞാൻ പറഞ്ഞത്. സില്ലി ആൻഡ് എന്താ പറയുക, വർത്ത് തിങ്കിങ് കാര്യമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം. അതായത് എൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചേച്ചിയുടെ കൂടെ ട്രാവൽ ചെയ്തപ്പോഴേക്കും കുറേ പേര് വന്നിട്ട് ജാനകിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ജാനകിനോട് എന്തിനാ പറയുന്നത്, ഇത്രയും നല്ല പ്രഭാവതിയാണ് ജാനകിക്ക് കിട്ടിയിരിക്കണം അല്ലേ. ഇനിയിപ്പോ നമുക്ക് ചേച്ചിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ അതെങ്ങനെയാ വന്നത്, അതിനെ കുറിച്ചൊക്കെ എനിക്കൊന്ന്. ആദ്യത്തെ സിനിമ ശരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒരു ഓണക്കാലത്ത് ഞങ്ങള് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും കുട്ടികളൊക്കെ ആയി ഞങ്ങൾ കുട്ടികളൊക്കെ കൊണ്ട് ഒരു ഊട്ടി കൊടൈക്കനാൽ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പൊ അതിന്റെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു കോള് വരുന്നു. അന്ന് മൊബൈലില്ല, ലാൻഡ്ലൈനില്. കോള് എടുത്ത് ഞാനാണ് കോൾ എടുത്തത്. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ സത്യനന്ദിക്കാട്. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ ഇതുപോലെ കൊറേ പ്രാണികള് അനുഭവിച്ചു. പോരട്ടെ ഇത് നമ്മള് കുറെ കണ്ടുണ്ട്, ഇന്നസെന്റ് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞാൻ പക്ഷെ എനിക്ക് സൗണ്ട് ഭയങ്കര നമ്മള് ദൂരദർശനൊക്കെ അദ്ദേഹത്തിന്റെ കേട്ട ഇത് കറക്റ്റ് നല്ല. എനിക്ക് പകുതി സംശയവും പകുതി ഇത് രാജേഷിന്റെ ഫ്രണ്ട്സ് അല്ല, ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിനാഥനാണ് എനിക്ക് നമ്പർ തന്നതെന്ന് പറഞ്ഞു. അതായത് സ്വാമിയേട്ടൻ തൃശ്ശൂരുള്ള തിരൂര് ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫറാണ്. അത് ഇപ്പോഴും ഉണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ എവിടെ ഞങ്ങൾ ആഡ് സ്റ്റിൽസ് ചെയ്യാറുണ്ട് പണ്ട്. ഇപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ്, അങ്ങനെ മാതൃഭൂമി, മലയാള മനോരമ, ഇതിന്റെയൊക്കെ ഫ്രണ്ട് പേജിൽ ഞങ്ങള് ഹസ്ബൻഡ് വൈഫൊക്കെ മറ്റേ ഹോണ്ട അതിന്റെയൊക്കെ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ അപ്പൊ അതിലത്തെ 2 ഫോട്ടോ ഇത് ആളിതിന്റെ. അപ്പൊ സത്യനന്ദിക്കാട് സാർ അന്ന് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ മൂവി ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോ അതിലേക്ക് ഈ 2 സ്റ്റില്ല് ഇങ്ങനെ ആവശ്യപ്പെട്ടു. സൗന്ദര്യ മാമിന്റെ ചായയായിട്ട് റിസംബ്ലൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ഡാൻസിന്റെ 2 ഫോട്ടോ കൊടുത്തപ്പോഴാണ് അത് സെലക്റ്റഡ് ആയത്. ഇതൊന്നും നമ്മളറിയുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും പറയാണ് സ്വാമിനാഥൻ ചേട്ടന് നന്ദി. കാരണം ആ ഒരു 2 ഫോട്ടോ ആണ് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് ഡയറക്റ്റ് എൻട്രി എനിക്ക് തന്നത്. അതും സൗന്ദര്യ എന്ന് പറയുന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സൗന്ദര്യമുള്ള മനസ്സും ഉള്ള ഒരു നല്ല വ്യക്തിയുടെ സഹോദരി ആയിട്ട്, നെടുമുടി അങ്കിളുടെ മകളായിട്ട് ആദ്യത്തെ സിനിമയിൽ തന്നെ വലിയൊരു ലെജൻസിന്റെ ഒപ്പാണ്. കാരണം ശ്രീരാമൻ അങ്കിൾ ഉണ്ടായില്ലേ, സിദ്ദിഖൊക്കെ ഉണ്ട്, അങ്ങനെ കുറെ പേര്, എല്ലാ ആക്ടേഴ്സിന്റെയും. അന്ന് കുറച്ചു പേരൊക്കെ ഇന്നായാലും മരിച്ചുപോയവരുണ്ട്. പക്ഷെ ലെജൻഡറി തിയേറ്റർ ആർട്ടിസ്റ്റ് ഒക്കെയാണ് അവർ. അപ്പൊ അവരുടെ ഒപ്പമുള്ള കോംബോം കിട്ടി ഒരു ജസ്റ്റ് ബിഗിനർക്ക്. അത് സൂപ്പർ ഹിറ്റായി. അതിലത്തെ പേര് വരെ ഹിറ്റായി. അപ്പൊ അതിനൊക്കെ അവാർഡ് കിട്ടിയെന്ന് ജയറാമിനും സൗന്ദര്യ പേരുന്നായില്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമാവാൻ ആദ്യത്തെ സിനിമയ്ക്ക്, അതും ആദ്യത്തെ സിനിമയില് അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടല്ലേ. അങ്ങനെയായിരുന്നു ആദ്യ സിനിമ. അങ്ങനെയാണ് ആദ്യ സിനിമ. സെറ്റില് കോയമ്പത്തൂരായിരുന്നു അതിന്റെ ആദ്യത്തെ ഷോട്ട് എടുക്കണേ. നെടുമുടി അങ്കിൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള സീന. അപ്പോ
ഒരു ജസ്റ്റ് ബിഗിനർക്ക് സ്യൂട്ടും ഒക്കെ അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ലോകത്തിന്റെ ഒരു അട്രാക്ഷൻ മനസ്സിലാക്കിയത്. നമുക്കൊരു സ്യൂട്ട്, അപ്പോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്യൂട്ട് അന്നത്തെ കാലത്ത് നമ്മള് വളരെ ലീഡിങ് ആക്ടേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഫെസിലിറ്റി അല്ലേ. അതൊക്കെ എനിക്ക് ഇങ്ങനെയാണല്ലേ സിനിമയിലൊക്കെ. പിന്നെ നമ്മളുടെ അളവൊക്കെ എടുക്കാൻ വരുന്നു, 1 മണിക്കൂറിനുള്ളിലൊക്കെ നമ്മൾ ഡ്രസ്സ് റെഡി ആവണു, നമ്മൾക്കൊന്നും അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഓർണമെന്റ്സ് എല്ലാം. ഞാനിവിടെ നിന്ന് ഗോൾഡൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു, എനിക്കറിയില്ലല്ലോ നമ്മള് ഓർണമെന്റ്സ് കൊണ്ടുപോകണം എന്നല്ല വിചാരിക്കണേ. അപ്പൊ ഇന്നസെന്റ് ആംഗിള് ലൊക്കേഷനിൽ വെച്ച് അതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം ഇന്നസെന്റ് ആംഗിൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഈ ഗോൾഡൊക്കെ എടുത്ത് ഇടുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചയിലേക്ക് വെക്കും. അത് സ്വർണ്ണ ചോദിച്ചെന്നോ, ഞാൻ അതെ, നീ എന്തൊട്ടേ കാട്ടണേ, നീ എന്തൊട്ടേ ഈ സ്വർണ്ണൊക്കെ കൊണ്ട് കിടക്കണേ, സ്വർണ്ണം കൊണ്ട് റിസൾട്ടാ ലൊക്കേഷനില്. കാരണം സ്വർണം കൊണ്ട് എന്തുകൊണ്ടല്ല, അത് സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റൊരാളെ സംശയിക്കാൻ ഇടയാവും. അതാണ് എന്റെ ഹൃദയത്തിലേക്ക് ആ പോയിന്റ് എത്തിയത്. കാരണം അദ്ദേഹം പറഞ്ഞത്, നിന്റെ സ്വർണം നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്കൊരാളുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ അത് കാരണമാവും. അതുകൊണ്ട് ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഗുണം നന്ദി, ആ ഒരു നല്ല ഉപദേശം തന്നത്. ശരിക്കും ഞാൻ ഓരോ വ്യക്തികളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാറുണ്ട് ലൈഫില്. കാരണം നമ്മളിപ്പോ സംസാരിക്കുമ്പോഴും ഞാൻ അറിയാതെ എന്താ പറയാ, നമ്മുടെ എലിസബത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവും, ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും, അറിയില്ല. പിന്നീട് ഞാൻ പറയും. ഓരോ വ്യക്തികളും നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമയുടെ സെറ്റിലെ അനുഭവം. ചേച്ചിയുടെ റീൽസും ഡാൻസും ഒക്കെ സംഭവിക്കുന്ന ചില സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അവിടെയൊക്കെ നടന്നു നിന്നു ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഇഷ്ടമല്ലേ, നമ്മുടെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. അല്ല, നമ്മള് എനിക്ക് പ്രകൃതി വേണം എപ്പോഴും. എത്ര ചെറിയ സ്ഥലമാണെങ്കിൽ അതിന് ചുറ്റും നല്ല ഭംഗിയുള്ള പ്രകൃതി വേണം, പച്ചപ്പും ഹരിതാപവും. അതെ, ഊഷ്മളതയും കണ്ടില്ല, അസ്തമന സൂര്യന്റെ ഒക്കെ ഭംഗിയുണ്ടോ. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. പെയിന്റിങ് ചെയ്യാൻ തോന്നും, ചിലപ്പോ നൃത്തം ചെയ്യാൻ തോന്നും, കഥകൾ വരും, കവിതകൾ വരും. ഇതിലൊക്കെ ഈ പ്രകൃതി എന്നെ സഹായിക്കുന്നുണ്ട്. ഞാനിങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ഇടും, ചെറുതായിട്ട് കാരണം ഭയങ്കര ഹൈപ്പറാ ഇപ്പൊ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷമ വേണം, എഴുത്തിനും ഇതിനൊക്കെ നല്ല ക്ഷമ വേണം, പടം വരയ്ക്കണമെങ്കിലൊക്കെ. അപ്പൊ കുറെ നാളായി പടം വരച്ചിട്ടും പെയിന്റ് ചെയ്തിട്ടൊക്കെ. കാരണം എന്താ വെച്ചാൽ അത് നല്ല ഫോക്കസ് വേണം. ഇത് ഈ 30 സെക്കൻഡിൽ കൂടുതൽ ഫോക്കസ് നിൽക്കാത്ത കൊച്ചുകുട്ടികളുടെ പോലെയാണ് ഇപ്പൊ ഞാൻ. അത് ആൾക്കാർ പറഞ്ഞ് കളിയാക്കും, പക്ഷെ ഞാനിപ്പോ അങ്ങനെയാണ്. ഞാൻ എന്റെ ഉള്ളിലത്തെ കുട്ടിയെ തുറന്നിട്ടിരിക്കും. കാരണം നോക്കി ഞാൻ വിചാരിക്കണേ, ഇപ്പോഴുള്ളൂ ലൈഫ്. ലിവ് ഇൻ ദ മൊമെന്റ്, എൻജോയ് വിത്തൗട്ട് ഹേർട്ടിങ് അതേഴ്സ്. അതാണ്, മറ്റൊരാളെ വേദനിപ്പിക്കരുത്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളൊരാളുടെയും സ്പേസിൽ പോയിട്ടോ അവരെ ഹേർട്ട് ചെയ്തിട്ടോ ഒന്നും ചെയ്യണ്ട. ഇത് നമ്മുടെ സന്തോഷം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് ഈ കണ്ടെത്തുക. ഞാൻ എന്റെ സ്പേസിൽ ഇത്തിരി നൃത്തം ചെയ്യണം, ഇത്തിരി പടം വരയ്ക്കണം, ഇത്തിരി എന്താ പറയുക കഥകളൊക്കെ പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോട്ടെ. പിന്നെ ആരോട് ഞാൻ അയ്യോ എന്റെ ഇവിടെ ഞാൻ നൃത്തം ചെയ്യണ്ട എല്ലാവരും വന്ന് കാണണേന്ന് പറയണില്ല. വേണ്ടവര് കണ്ടാൽ സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾക്ക് വേണ്ടേ അതോ അൺഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അതിന് പോവാം. യു ഹാവ് ഫുൾ റൈറ്റ് അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെയാണ് ചേച്ചിയുടെ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മായാനദിയിലേക്ക് എങ്ങനെയാ ചേച്ചി വരുന്നത്? മായാനദിക്ക് മുന്നേ എബി എന്ന് പറയുന്ന മൂവി ഓഡിഷൻ ത്രൂ സെലക്ടഡ് ആയിരുന്നു. അപ്പൊ അതില് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ പേരായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് മാറഡോണ നമ്മുടെ ടൊവിനോന്റെ തന്നെ അതിന്റെ ഓഡിഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അത് കുറച്ച് വൈകും, അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ആവാനുണ്ട് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ മായാനദിയുടെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആഷിഖൊക്കെ എങ്ങനെ അറിയാനാ? നമ്മളങ്ങനെ കുറെ കാലമായിട്ട് സിനിമയും ചെയ്യണില്ലല്ലോ, പിന്നെ ഈ ഒരു സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാ അറിയണേന്ന് വിചാരിച്ചിരിക്കുമ്പോ മാറഡോണയുടെ എന്താ പറയുക പ്രൊഡക്ഷൻ ടീം തന്നെയാണ് മായാനദിയുടെയും. ഈവൻ ഹെയർ ഡ്രസ്സർ വരെ സെയിം ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയപ്പോ ചിലപ്പോ അവരാ CD കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ അതിലേക്ക് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. മാറഡോണയ്ക്ക് മുന്നേ ഷൂട്ട് കഴിഞ്ഞത് മായാനദിയായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നമ്മൾക്ക് ശരിക്കും മനോധർമ്മം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതായത് ഒരു ആർട്ടിസ്റ്റിന് നമ്മളൊരു വരി എഴുതി വെക്കണം സ്ക്രിപ്റ്റില്, അത്
ഇന്ന ദിക്കിൽ വരെ നടന്ന, അല്ലെങ്കിൽ അവര് ചിലപ്പോൾ ഡയറക്ടേഴ്സ് ഐഡിയാസ് തരും. അത് ഒബ്വിയസ് അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് സ്വാതന്ത്ര്യത്തിന് ആ കഥാപാത്രം എങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ശ്യാം പുഷ്കറും ഒരു സ്വാതന്ത്ര്യം തന്നു എന്ന് പറയില്ലേ ഒരു പുതിയ ആൾക്ക്. ആ സ്വാതന്ത്ര്യം അത് സക്സസ് ആയതിന്റെ ഒരു സന്തോഷമാണ് എനിക്ക്. കാരണം സത്യം, അതെ അതെ അതെ, കാരണം എല്ലാവരും എന്നെ അതിനുശേഷം അറിഞ്ഞത് മായാനദിയിലെ ഐശ്വര്യയുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് എനിക്ക് ക്ലിക്കായത്. ഇത് ആളുകൾ കണ്ടിട്ടുണ്ട്, അവർക്കത് കഥാപാത്രം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ തൊട്ടടുത്ത് ഞാൻ 2-3 പ്രാവശ്യം, നമ്മളറിയാലോ നമുക്ക് അങ്ങനെ ഒരു സക്സസ് ആയ മൂവി നമ്മൾ 2-3 പ്രാവശ്യം കാണാൻ പോകും. അങ്ങനെ കാണാൻ പോയി തൊട്ടടുത്തിരിക്കുമ്പോ എന്റെ സീൻ വന്ന് അത് കഴിയണ സമയത്ത് ഇവരാരാന്ന് ഒരു സ്ത്രീ എന്റെ അടുത്ത് ചോദിക്കും. എനിക്ക് അതിനോളം വലിയൊരു അവാർഡ്. കാരണം അവർക്ക് ആ എന്റെ പേരറിയാൻ തോന്നിയില്ലേ. അപ്പൊ അതിനർത്ഥം അവർക്ക് ആ പെർഫോമൻസ് ഇഷ്ടമായിട്ടാണ്, അല്ലാതെ നമ്മളെ അറിയണ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ നമ്മള് അവരുടെ ആരുമല്ല. അപ്പൊ എനിക്കത് അതാണ് എന്റെ ഇഷ്ടം. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം പറയും മായാനദി. മാത്രമല്ല എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ മായാനദിക്ക് ശേഷമാണ് എനിക്ക് ഇതുപോലത്തെ. അന്ന് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂകൾ വരുന്നേ ഉള്ളൂ. മറ്റേത് ശരിക്കും പ്രോപ്പർ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞു. ഇതങ്ങനെയല്ല, കുറെ ഇന്റർവ്യൂസ് കിട്ടിയത് മായാനദിക്കാണ്. പിന്നെ ചേച്ചിയുടെ എല്ലാവരും എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മറ്റേ ശിക്കാരി എന്ന് പറയുന്നത്, ശിക്കാരി ശംഭുവിലെ പാട്ട്. യെസ്, അതെന്താന്ന് വെച്ചാൽ അതും ഇതുപോലെ ഒരു ഭാഗ്യം എന്ന് പറയാം. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടൻ വിളിക്കണ സമയത്ത് അദ്ദേഹം ജസ്റ്റ് ഒരു ഓപ്ഷൻ, നമ്മളിപ്പോ വൺ ഓഫ് ദ ഓപ്ഷൻസ് പോലെ നമ്മളെ അത്ര ഓക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കക്കാരിയാണല്ലോ, നമുക്ക് എന്ത് കിട്ടണം, അതില് ഇതുണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഉള്ളില്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാലോ എന്ന് വെച്ചാണ് പോണത്. ഞാൻ അറിയുന്നില്ല ആ കഥയുടെ കാതൽ ഞങ്ങളുടെ സ്റ്റോറിയാണെന്ന്. ആ കഥ ഉണ്ടാവുന്നത് എന്റെ മരണത്തിലൂടെയാണ്, എന്റെ ക്യാരക്ടറിന്റെ മരണത്തിലൂടെയാണ് ആ പ്രതികാരം ഉണ്ടാവുന്നത്. ഇതൊന്നും അറിഞ്ഞിട്ടല്ല ചേർന്നേ. അതും അവിടെ ചെന്ന് ഒരു കോസ്റ്റ്യൂം ചെയ്തു. അപ്പൊ കളറുണ്ട്, അത് കഴിഞ്ഞ് അവരെന്നെ കറപ്പിച്ച് ആ പാവം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ ശപിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങേര് കറപ്പിക്കും, കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഓയിലി സ്കിൻ ആയിക്കാൻ ഇതങ്ങോട്ട് കളർ മാറും, വീണ്ടും ഇത് പൊട്ടിട്ടോണ്ടിരിക്കണം. ഈ ഓയിലി സ്കിൻ ആണെങ്കിൽ അങ്ങനെ ഒരു ദോഷമുണ്ട്, അതായത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ തുടച്ച പോലെയാവും. അപ്പൊ വീണ്ടും വീണ്ടും അടിച്ചടിച്ചടിച്ച് സോറി പറയപ്പോ. പക്ഷെ അതിന്റെ റിസൾട്ട് ഓൺ സ്ക്രീൻ നല്ലതായിട്ട് വന്നു. കാരണം ആൾക്കാർ പറയുന്നു ഇത് ഇവിടെയുള്ള ആക്ട്രസ് എല്ലാം അവർ വിചാരിച്ച വല്ല നോർത്തിലെയോ അല്ലെങ്കിൽ തമിഴോ അങ്ങനെ ഒരു കൾച്ചറാണ് ഫീൽ ചെയ്യിപ്പിച്ചത്. ആ ഒരു നാടോടി കൾച്ചർ. മാത്രമല്ല ഇമോഷൻസ് കണക്ട് ചെയ്തു എന്ന് അവര് പറഞ്ഞത്. ആ പാട്ടും ആ സ്ത്രീയുടെ വേദനക്കിടയിലും തന്റെ ഹസ്ബൻഡിനെയും കുട്ടിയെയും രക്ഷിക്കാനുള്ള നിഷ്കളങ്കയായിട്ടുള്ള സ്ത്രീയുടെ ശ്രമം. അവര് വിചാരിക്കണേ ഗർഭിണിയായിട്ട് കാരണം എന്നെ ഉപദ്രവിക്കില്ല അവര്, നിങ്ങൾ പോയി രക്ഷപ്പെടുക എന്നാ പറയണേ. അപ്പൊ അവരെ ആ കത്തിക്കുന്നതിൽ നിന്നാണ് ഇങ്ങോരത് കണ്ടുകൊണ്ട് പ്രതികാരം ബുദ്ധിയിലേക്ക് വരണം. ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളത് ചെയ്യണതേ. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ത്രെഡ് അവിടെ ചെല്ലുമ്പോ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പാട്ട് ഇന്നും പലരുടെ റിംഗ് ടോൺ. അവരടുത്ത് ഞാനിരിക്കും, അവർക്ക് അറിഞ്ഞൂടെ ഞാനാണ് അതിൽ അഭിനയിച്ചത്. പക്ഷെ അത് ഭയങ്കര സന്തോഷം. എല്ലാവരും ഈ റിംഗ് ടോൺ കേൾക്കുമ്പോ അതുപോലെ ഇപ്പോഴാണ് ആളുകൾ കുറച്ചും കൂടി ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് മനസ്സിലായത്. ഇത്രയും വർഷം പിടിച്ചു. കാരണം നമ്മൾ പറയില്ല, നമ്മുടേതായ നേരായ വഴിക്ക് പോകുമ്പോ ഒരു പിന്നിൽ നിന്നൊരു പ്രഷറോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ വച്ചടി വെച്ച് കേറുന്നത്. അതെ, അത് വരട്ടെ. അത് ശരിക്കും എനിക്കറിയാം, ഒരുപാട് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. അതെ, അതിനുള്ളൊരു കാലിബർ ഉണ്ട്. അവസരങ്ങൾ ഇങ്ങോട്ട് വരട്ടെ അല്ലെ, അതിനോട് വെയിറ്റിംഗ് ആണ്. അതിന്റെ ഇടയിൽ ഒരു സീരിയലും. അത് ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് എന്റെ അമ്മയ്ക്ക് സീരിയലില് ഞാൻ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്ന് വൈകുന്നേരം കാണാലോ. അപ്പൊ അന്ന് ഞാൻ ഈ സിനിമയുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച്. ഞാൻ 10-17 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നല്ല നല്ല സിനിമകളുടെ അതായത് ഞാൻ പറയാം, മായാനദി, മാരഡോണ, വിജയ സൂപ്പറും പൗർണമി, ലവ് ആക്ഷൻ ഡ്രാമ, അങ്ങനെ ഷാജിയൻ കിരൺ സാറിന്റെ റോള്, അങ്ങനെ കുറെ സിനിമ ലാസ്റ്റ് ഹോസ്റ്റലറിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് വന്ന സമയത്ത് ഈ സീരിയലിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ സീരിയലിന് വിളിച്ചപ്പോ ഞാൻ ദുബായിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ ആ ജോലി വിട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം
എല്ലാ മാസവും വരണമെന്നുണ്ടെങ്കിൽ അവർ ലീവ് തരില്ല. അങ്ങനെ വന്നിട്ട് ഇപ്പോ എല്ലാം കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ എനിക്ക് ബോറടിച്ചു ഭയങ്കരമായിട്ട്. ഈ എന്താ പറയാ, അമ്മ ഇല്ലാത്തൊരു വീട്ടിലിരിക്കുമ്പോ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ അരച്ചു ഇത് അമ്മയുടെ ബ്ലെസ്സിങ് ആയിരിക്കും. അത്ര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പാണ്, കാരണം അമ്മ കാണുന്നുണ്ട്. അമ്മ ഏതെങ്കിലും ഒരു ലോകത്തിരുന്ന് ഈ സീരിയൽ കാണുന്നുണ്ടാവും. കാരണം അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു ഏഷ്യാനെറ്റിലെ ആ സീരിയലില് ഒരു ഭാഗമായിട്ട് എന്നെ കാണുന്നുണ്ട്. കാണുന്നു, നല്ല അഭിപ്രായം കേൾക്കുന്നു. ഉണ്ട്, കഥകൾ കേൾക്കുന്നുണ്ട്, നല്ല സ്ക്രിപ്റ്റുകളും ഉണ്ട്. പക്ഷെ അതൊന്ന് കൺഫേം ആവാതെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ സൈഡ് ഒന്ന് സെറ്റ് ആവാതെ ചില കാര്യങ്ങള് എല്ലാ ഘടകങ്ങളും ഒന്നും ഒത്തുവരാതെ നമുക്ക് പബ്ലിഷ് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. നല്ല ആർട്ട് മൂവികളുടെ, അതായത് നല്ല പെർഫോമൻസ് ബേസ്ഡ് മൂവീസിന്റെ ഭാഗമാണെന്നാണ് എന്റെ ആഗ്രഹം. അത് ക്ലാസിക്കൽ ആവാം, അതായത് ക്ലാസിക്കൽ സ്റ്റോറീസ് ആവാം, മിഥോളജി ആവാം, ഐ മീൻ ഇനി റിയലിസ്റ്റിക് മൂവീസ് ആവാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ പറയും നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വരണം. എന്നാലാണ് നമുക്കത് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ കഴിവെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കൊതിയോടെ കാത്തിരിക്കും. ഭ്രാന്തിയായിട്ട് അത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്താ പറയാ, കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്ന ആളുകൾ ലോകത്തിന് മുമ്പിൽ ഭ്രാന്തിയാണ്. പക്ഷെ അവർക്കറിയില്ല അവരാണ് നോർമൽ അല്ലാത്ത. വി ആർ നോർമൽ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുട്ടിത്തെ നഷ്ടപ്പെടുത്താത്ത. അപ്പോ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ചേച്ചിയുടെ മക്കൾ എത്ര പേരാണ്? അവർ എന്തൊക്കെ ചെയ്യണു? എനിക്ക് 2 ആൺമക്കളാണ്, ഋത്വിക്, സാത്വിക്. ഋത്വിക് ഇപ്പോ മറ്റേ ദുബായില് ജോലി ചെയ്യണു. ഒരു പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് ഒരു MNC വർക്ക് ചെയ്യണു. ചെറിയ ആള് ഇവിടെ സീക്രട്ട് ഹാർട്ട് തേവര കൊച്ചിയില് ഡിഗ്രി 2nd ഇയർ ആണ്, ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തോണ്ടിരിക്കുന്നു. ആള് കുറുമ്പനായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ ഒടിച്ചു വെക്കും. വെക്കേഷൻ ആയതുകൊണ്ട് അവനൊന്ന് ഒടിക്കാൻ ശ്രമിച്ചു, ഒടിഞ്ഞില്ല. ഇപ്പൊ ഉളുക്കിയിട്ടേ ഉള്ളൂ, എന്നാലും ഒരാഴ്ച റെസ്റ്റ്. അത് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ കുട്ടിയെ കാണാൻ പറ്റും. കൂട്ടുകാരുടെ ഒപ്പമായിരിക്കും, വെക്കേഷൻ അല്ലേ. അമ്മയ്ക്ക് വേണ്ടി അതാണ് മക്കള്. പിന്നെ ചേച്ചിയുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നേരത്തെ ഞാൻ ഓർത്തിരുന്നത് ചേച്ചിയുടെ ആരെങ്കിലും ആണോ ഇത് എന്ന്. സുശാന്ത് സിംഗ് ഇല്ലേ, അത് ചേച്ചി എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്ന കാണാമല്ലോ. അതെന്താ അങ്ങനെ ചേച്ചി? സുശാന്ത് ശരിക്കും നമ്മളെല്ലാവരുടെയും ആരോ ആണ്. കാരണം അത്രയും പ്യുവർ സോളാണ്, അത്രയും ഡിവൈൻ സോളാണ്. ഹി ഡിസേർവ്സ് ജസ്റ്റിസ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒട്ടും നീതി ലഭിക്കാത്ത, മരിക്കുന്നതിന് മുന്നും മരണശേഷവും ഒട്ടും നീതി ലഭിക്കാത്ത, ഒട്ടും എന്താ പറയുക, അദ്ദേഹം അർഹിക്കുന്ന ബഹുമാനം കിട്ടാതെ പോയൊരു ആത്മാവാണ്, ഒരു പുണ്യാത്മാവാണ്. ഹി വാസ് എ ജീനിയസ്. കാരണം 7th റാങ്കിങ് ആയിരുന്നു. ഡൽഹി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഓൾ ഇന്ത്യ ലെവലിൽ 7th റാങ്കിങ് കിട്ടിയിട്ടാണ് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടുന്നത്, കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ ഫിസിക്സ് ഒളിമ്പിയാഡായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. മാത്സിൽ ഭയങ്കര ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ ലാസ്റ്റ് സെമിസ്റ്ററിൽ അത് വിട്ടിട്ടാണ് സ്വന്തം സ്വപ്നങ്ങളിലേക്ക് അദ്ദേഹം പോയത്. മൾട്ടി ടാലന്റഡ് ആയിരുന്നു. ഗിറ്റാർ, സംഗീതം, നൃത്തം എന്ന് വേണ്ട, എഴുത്ത്, പാട്ട്, കവിതകൾ എഴുതുക, കഥ എഴുതുക, എന്താ പറയുക, എല്ലാ രംഗങ്ങളെയും കീഴടക്കാൻ കഴിയുന്ന ഒരു കഴിവുള്ള കുട്ടി. പിന്നെ മെറ്റാഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ജനീവയിലൊക്കെ പോയി ആള് അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ട്. പിന്നെ നാസ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2024 യാത്രയില്. പക്ഷെ ചന്ദ്രനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ശിവഭക്തനായിരുന്നു. അപ്പോൾ രാവിലെ ഈ ശിവശാസ്ത്രങ്ങളൊക്കെ, എന്താ പറയുക, മൃത്യുഞ്ജയ ശാസ്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ നവഗ്രഹങ്ങളെ നോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു വീടില്. അപ്പോ 5 ലക്ഷം എത്രയും കണ്ടാണ് ടെലിസ്കോപ്പ്, അത് സ്പെസിഫിക് ആണ്, അതിന് വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു കുട്ടിയല്ല, എബോവ് ആവറേജ് അല്ലെങ്കിൽ ജീനിയസ് എന്ന് പറയാവുന്ന ലെവലിലുള്ള ഒരു കുട്ടി, അതിനേക്കാൾ ജെന്യുവൻ ആൻഡ് കൈൻഡ് ഹ്യൂമൻ ബീയിങ്. അദ്ദേഹം മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനിക്കുന്നവർ മുഴുവൻ അനാഥരായിട്ടുള്ളവരും ബെഗേഴ്സ് വരെ, അതായത് സാധാരണക്കാരായ മനുഷ്യരാണ് സുശാന്തിന്റെ മരണത്തിൽ വേദനിച്ചത്. അതാണ് എനിക്ക് ഐ നീഡ് ടു ഡു സംതിങ് ഫോർ ദിസ് ഗൈ ഇൻ മൈ ഓൺ വേ. കാരണം നമ്മൾ വലിയ ആളല്ല, നമ്മൾക്ക് പവറോ മണിയോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒരു അണ്ണാറക്കണ്ണിന് തന്നാലായത് ചെയ്യാലോ.
അപ്പോൾ ഒരു സോളിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അത്രയും നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, ഇത്രയും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ മരിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി കിട്ടാനുള്ള ഭാഗ്യം. അതിന് ഞാനൊരു നിമിത്തമാവണമെന്ന് എനിക്ക് തോന്നി. കാരണം നല്ല വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ സമൂഹം എപ്പോഴും മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യണം. എല്ലാ രംഗങ്ങളിലും നല്ല വ്യക്തിത്വങ്ങൾ, നല്ല മനസ്സുള്ളവർ, നല്ല സമൂഹത്തിന് നന്മ ചെയ്യുമെന്ന് നമ്മൾക്ക് ഉറപ്പുള്ളവർ, അവരെ വളർത്തിക്കൊണ്ട് വരണം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നീതി കിട്ടിയേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് എന്നാലാവുന്ന പോലെ എൻ്റെ സോഷ്യൽ മീഡിയകളിൽ ഞാൻ ഡെയിലി അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇടും. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഇമോർട്ടൽ സുശാന്ത് എന്ന് ഞങ്ങൾ വിളിക്കുക. കാരണം അദ്ദേഹം ഇപ്പോഴാണ് ഇമോർട്ടൽ ആയിക്കണത്. കാരണം ഒരു ആള് എപ്പോഴാണ് മരിക്കുക എന്നറിയോ? അയാളെ കുറിച്ച് ആരും ചിന്തിക്കാതെയാവുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മരിക്കുന്നവരെ എൻ്റെ ചിന്തകളിൽ, എൻ്റെ പോസ്റ്റുകളിൽ അദ്ദേഹം ജീവിക്കണം. അപ്പോൾ എന്നിലൂടെ ലോകം മുഴുവൻ അദ്ദേഹത്തെ എന്ന് ഓർക്കണം. ഞാൻ ശരിക്കും love you Sushant, and we as Sareens will fight for your justice as much as we can. ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചേച്ചിന്റെ ആരെങ്കിലും ആണോ? He is something to me. Maybe he's a soulmate, like my mom. അമ്മയും സുശാന്തുമാണ് ശരിക്കും എന്നെ 2 തരത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങൾ ലൈഫിൽ. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദം ഫോർ ദാറ്റ് ടു. ഒരു വർഷത്തിലടുത്ത് എനിക്ക് പരിചയമുണ്ട് ചേച്ചിനെ, ചാറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ. ഇപ്പൊ ഈ കഴിഞ്ഞിടക്കാണ് നമ്മളുടെ ട്രാവലിംഗിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് സന്തോഷം, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുപോലെ ഒരിക്കലും, ഞാൻ ഇത്തിരി ആംബിവേർട്ടാണ്. അതായത് റിയൽ ലൈഫിൽ ഇത്തിരി ഇൻട്രോവേർട്ടും, ഓൺ സ്ക്രീൻ മാത്രം ആക്ഷനും കട്ടിനിടയിൽ മാത്രമേ എക്സ്ട്രോവേർട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്യാമറ മുമ്പിലുണ്ടെങ്കിൽ ഒക്കെയാണ് ഓക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് എക്സ്ട്രോവേർട്ട് ആക്കി മാറ്റി. അതെന്തുകൊണ്ടാണോ? അവരുടെ പോസിറ്റിവിറ്റിയാണ്. ആ സെയിം വൈബ് പീപ്പിൾ എന്ന് പറയും. നല്ല പോസിറ്റീവായിരുന്നു, നല്ല സ്നേഹമുള്ള, നമ്മൾ എന്താ പറയാ, ജെന്യുവൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക്. ഞങ്ങൾ അങ്ങനെ ചേച്ചി കൂടെ ട്രസ്റ്റ് ചെയ്ത് വന്നേനല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വർഷമായിട്ടുള്ള ഈ പരിചയം, ഈ കഴിഞ്ഞ മാസം നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്തു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു കുറച്ചായി ഇന്റർവ്യൂ ചെയ്യണം, ചേച്ചിനോട് ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒടുവിൽ ഇപ്പോൾ നല്ലൊരു സമയത്ത് വിഷുവിന് തന്നെ അല്ലേ, അതായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം അതങ്ങനെ നടക്കുകയാണ്. അപ്പം ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ഒരുപാട് നല്ല മനസ്സുള്ള, ഒത്തിരി എന്താ പറയാ, എനിക്ക് അതെങ്ങനെ പറയണമെന്നറിയില്ല, അത്രയ്ക്ക് നമ്മൾ ചേച്ചിനോട് അടുക്കുമ്പോഴാണ് അത് മനസ്സിലാവും. സത്യം. സ്റ്റാറ്റസ് നമ്പർ ഉണ്ടായില്ലേ, സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. ഈ സ്റ്റാറ്റസ് ഒന്നും എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഇടാറില്ലല്ലോ, ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഇടാറുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എന്താ പറയണെന്നുള്ളത്. അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണുന്നവർക്കാണ് ആ ചേച്ചി വൈബ് മനസ്സിലാവുന്നത്. ഇപ്പൊ ചേച്ചി കാത്തിരിക്കുന്ന പോലത്തെ ഒരുപാട് മൂവീസിന് നിങ്ങൾ വരട്ടെ. ഈ വിഷു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ബഹളായിരിക്കും. താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെയും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ, പുതുവത്സരാശംസകൾ. തീർച്ചയായിട്ടും.